وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 54-ാമത്തെ ആയത്തിന്റെ 3-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ആയത്തിന്റെ അർത്ഥം പഠിക്കുകയും അതോടൊപ്പം ആയത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് വളരെ സംക്ഷിപ്തമായി നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2-ാമത്തെ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ അൽ ബാരി എന്ന നാമം, ഈ നാമത്തിന്റെ അർത്ഥവും താല്പര്യവും എന്താണ് എന്ന് നമ്മൾ വിശദമായി പഠിക്കുകയുണ്ടായി. ഇനി ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, എന്റെ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു എന്നാണ്. ഇസ്രായേല്യരുടെ ഹൃദയം ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്നതിലേക്ക് തിരിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആരാധന അവർ ആഗ്രഹിച്ചത് അത് അവർ സ്വയം തെരഞ്ഞെടുത്ത ഒരു അക്രമമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്. സൂറത്തുൽ അഅറാഫിലെ 148-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിയുടെ ജനത അദ്ദേഹം പോയതിനു ശേഷം അവരുടെ ആഭരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ മുക്രയിടുന്ന ഒരു പശുക്കുട്ടിയുടെ രൂപത്തെ അവരുണ്ടാക്കി, എന്നിട്ട് അതിനെയാണ് ആരാധിക്കുകയാണ്, ആ പശുക്കുട്ടിയെ അവർ ആരാധിക്കുകയാണ് ചെയ്തത് എന്ന്. ദൈവമായി സ്വീകരിച്ച ആ പശുക്കുട്ടി അത് അവരോട് സംസാരിക്കുകയില്ല എന്നും അത് അവർക്ക് വഴി കാണിക്കുകയില്ല എന്നും അവർ കണ്ടില്ലേ എന്നാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നത്, ആ പശുക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചതോടു കൂടിയാണ് അവർ അക്രമികളായി മാറിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിലെ 148-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, ഒന്ന് സംസാരിക്കുവാനോ കേൾക്കുവാനോ കഴിയാത്ത ഒരു വസ്തുവിന്റെ രൂപമുണ്ടാക്കി എന്നിട്ട് അതിനെ ആരാധിക്കുക എന്ന് പറയുന്നത് അത് അങ്ങേയറ്റത്തെ ധിക്കാരമാണ്, അക്രമമാണ്. ഈ ശിർക്കൻ നടപടിയിൽ അവർക്ക് ഖേദമുണ്ടായി എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 149-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. അള്ളാഹു അവിടെ പറയുന്നത്, അവർക്ക് ഖേദം തോന്നുകയും തങ്ങൾ പിഴച്ചുപോയിരിക്കുന്നു എന്ന് അവർ കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടവരായിരിക്കും എന്ന് അവർ പറഞ്ഞു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, തന്റെ അഭാവത്തിൽ ഇങ്ങനെ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ ധിക്കാരം ചെയ്ത തന്റെ അനുയായികൾ, അവർക്കിടയിലേക്ക് തൗറാത്ത് സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്ന മൂസാ നബി അലൈഹിസ്സലാം പ്രതികരിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സൂറത്തുൽ അഅറാഫിലെ 150-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുപിതനും ദുഃഖിതനുമായിക്കൊണ്ട് തന്റെ ജനങ്ങളിലേക്ക് മടങ്ങി വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഞാൻ പോയ ശേഷം എന്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം വളരെ ചീത്ത തന്നെയാണ്. നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പന കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കൂട്ടിയല്ലേ. ഇത് പറഞ്ഞതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലുണ്ടായിരുന്ന പലകകൾ താഴെയിടുകയും എന്നിട്ട് തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിയുടെ തല പിടിച്ച് തന്റെ അടുത്തേക്ക് വലിക്കുകയും ചെയ്തു എന്നാണ്. ആ സമയം ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞു എന്നാണ്, എന്റെ ഉമ്മയുടെ മകനെ ജനങ്ങൾ എന്നെ ദുർബലനായി ഗണിച്ചു, അവരെന്നെ കൊന്നേക്കുമായിരുന്നു. അതിനാൽ എന്നോട് ദേഷ്യം പിടിച്ചുകൊണ്ട് നീ ശത്രുക്കൾക്ക് സന്തോഷത്തിന് ഇടവരുത്തരുത്, അക്രമികളായ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കണക്കാക്കുകയും ചെയ്യരുത് എന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. ശേഷം തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും, ആ സമയം മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു എന്നാണ്. ഖാല റബ്ബി അഗ്ഫിർലി വലി അഖീ
അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവേ, എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു തരണേ എന്ന്. എനിക്കും, അതായത് ഹറൂൻ നബിക്കും മൂസാ നബിക്കും പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. വഅദ്ഖിൽനാ ഫീ റഹ്മതിക, ഞങ്ങളെ നീ നിന്റെ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തണമേ. വഅൻത അർഹമുർ റഹീമീൻ, നീ പരമകാരുണികനാണല്ലോ എന്ന് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ് സഹോദരങ്ങളെ. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ സാമിരിയോട് മൂസാ നബി അലൈഹിസ്സലാം അവൻ ചെയ്ത അക്രമത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് സാമിരി നൽകിയ മറുപടി സൂറത്ത് തോഹയിലെ 96-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. എന്താ ആ ദുഷ്ടൻ അവിടെ മറുപടി പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിയോട് സാമിരി പറയുന്നത്, ഖാല ബസുർതു ബിമാ ലം യബ്സുറൂ ബിഹി, അവൻ പറഞ്ഞു, അതായത് ആ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടു മനസ്സിലാക്കി എന്നാണ്. ഫഖബത്തു ഖബ്ലതൻ മിൻ അസരി റസൂലി ഫനബത്തുഹാ, അങ്ങനെ ദൈവത്തിന്റെ കാൽപ്പാടിൽ നിന്ന് ഞാനൊരു പിടിപിടിക്കുകയും എന്നിട്ടത് ഇട്ടുകളയുകയും ചെയ്തു. വകദാലിക സവ്വലത് ലീ നഫ്സി, അപ്രകാരം ചെയ്യാനാണ് എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത് എന്ന്. എന്താ സഹോദരങ്ങളെ ഇവിടെ സാമരി മറുപടി പറയുന്നത്? ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്, മുമ്പ് ഫിർഔൻ കടലിൽ മുങ്ങിച്ചാകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കുതിരപ്പുറത്ത് സഞ്ചരിച്ച ഒരു ചരിത്രം നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചത് ഒരുപക്ഷെ സഹോദരങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ സമയത്ത് ആ കുതിരയുടെ കാൽപ്പാടിൽ നിന്ന് ഒരു പിടി ചളിമണ്ണെടുത്ത് അത് ഈ സാമിരി സൂക്ഷിച്ചു വെച്ചു എന്നാണ്. എന്തിനു വേണ്ടി? അതിനെക്കുറിച്ചാണ് ഇവിടെ സാമിരി പറഞ്ഞത്. ജനങ്ങൾ കണ്ടു മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടു മനസ്സിലാക്കിയെന്ന്. ആ മണ്ണിൽ പല പ്രത്യേകതകളുമുണ്ട് എന്ന് അവിടെ സാമിരി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ആ മണ്ണിന്റെ ഭാഗം അവിടെ സാമിരി സൂക്ഷിച്ചു വെച്ചു. പിന്നീട് ആ മണ്ണ് കൂട്ടിച്ചേർത്താണ് സാമിരി സ്വർണം കൊണ്ടുള്ള ഒരു പശുക്കുട്ടിയെ നിർമ്മിച്ചത്. ഈ ചരിത്രം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ബിദായ വ നിഹായയിലും മറ്റും ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് സഹോദരങ്ങളെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ നേരിട്ടിട്ടുള്ളത്. പിശാചിൽ നിന്നുള്ള ദുർബോധനമാണ് സാമിരി എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ഒരു സമൂഹത്തെ തന്നെ ശിർക്കിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി കാരണമാക്കിയത്. എന്നിട്ട് അതിന് ആ ദുഷ്ടൻ പറഞ്ഞ ന്യായം എന്താണ്? വകദാലിക സവ്വലത് ലീ നഫ്സി, അപ്രകാരം ചെയ്യാനാണ് എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിലെ 151-ാമത്തെ ആയത്തിൽ പറയുന്നത്, കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചവരാരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കോപവും ഐഹിക ജീവിതത്തിൽ നിന്ദ്യതയും വന്നു ഭവിക്കുന്നതാണ്. കള്ളം കെട്ടിച്ചമക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത് അപ്രകാരമാണ്. എന്നാൽ തിന്മകൾ പ്രവർത്തിക്കുകയും എന്നിട്ട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനുശേഷം ഏറെ പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹുവോട് അങ്ങേയറ്റത്തെ ധിക്കാരം ചെയ്ത ഈ ആളുകളോടും അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങിയവരോടും എന്ത് സമീപനമാണ് അള്ളാഹുവും അവന്റെ പ്രവാചകനും എടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.